സജീവൻ, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ആരോപണങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയല്ലേ വരുന്നത്? ഇല്ലാത്ത വകുപ്പിൽ നിയമനം നടത്തിയെന്ന് പറഞ്ഞ എത്ര ഗുരുതരമായ ആരോപണമാണ്? തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളാണുള്ളൂ. ഒന്ന്, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്, അതേപോലെ തന്നെ കോടതിയുടെ ഉത്തരവ്. കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഈ CBI അന്വേഷണം, അബ്രഹാമിനെതിരെയുള്ള CBI അന്വേഷണം, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ, ഏത് ഏജൻസിയുടെ അന്വേഷണമാണെങ്കിലും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ രാജിവെപ്പിക്കാനോ അദ്ദേഹത്തെ പുറത്താക്കണോ സർക്കാർ ചെയ്തില്ലെങ്കിൽ പോലും നിയമപരമായിട്ട് അതൊരു തെറ്റായ കാര്യമല്ല. കാരണം ഒരാൾ ഇപ്പോൾ EP ജയരാജൻ ഈ കേസിൽ തന്നെ പറഞ്ഞ പോലെ അത് ഒരു പരാതിയാണല്ലോ. പരാതി വന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കേസെടുത്തു വന്നതിൻ്റെ പേരിൽ ഒരാൾ കുറ്റവാളിയാകില്ല എന്ന് ന്യായം പറയാം. പക്ഷേ അതേപോലെയല്ല അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ടും പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് ഈ തസ്തികയിൽ ഇരിക്കാനുള്ള അർഹതയില്ല, അദ്ദേഹത്തിന് ഈ ഉത്തരവിടാനുള്ള ഒരു ഉത്തരവും ഇടാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ അബ്രഹാമിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വളരെ ഗംഭീരമായിരിക്കും, അദ്ദേഹം വളരെ മിടുക്കുള്ള ഉദ്യോഗസ്ഥനായിരിക്കാം. അതേപോലെ തന്നെ തോമസ് ഐസക്ക് മികച്ച ഭരണാധികാരിയായിരിക്കാം. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. അമിക്കസ് ക്യൂറി പറയുന്നത് ഒരു സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് IAS ഉദ്യോഗസ്ഥൻ ഇരിക്കേണ്ട കസേര, അദ്ദേഹത്തിന് മാത്രം ചുമതലപ്പെട്ട ഒരു സ്ഥാനത്ത് അങ്ങനെയല്ലാത്ത എക്സ് ഒഫീഷ്യോ ചുമതലയിൽ ഒരാൾ വെക്കുന്നു. അദ്ദേഹത്തിന് നിയമനം നടത്താൻ ഒരു അധികാരവുമില്ല. ഒന്നാമത്തെ കാര്യം, അബ്രഹാമിൻ്റെ നിയമനം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലുള്ളത്. രണ്ടാമത്തേത്, ആ അധികാരമില്ലാത്ത കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊന്നും ഇതെല്ലാം നൾ ആൻഡ് വോയിഡായിട്ട് മാറേണ്ടതാണ് എന്നാണ് പറഞ്ഞുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിപ്പോർട്ടായിട്ടേ ഉള്ളൂ. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് കോടതിയുടെ ഒരു നിഗമനമോ അല്ലെങ്കിൽ ഒരു ഉത്തരവോ ഒക്കെ ഉണ്ടാവുമെന്ന് വയ്ക്കുക. ഒരു പരാമർശം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കും. അവിടെ അബ്രഹാം അല്ല കുറ്റവാളിയായിട്ട് മാറുക, അല്ലെങ്കിൽ അബ്രഹാമിനെതിരെയുള്ള തിരിച്ചടിയായിട്ടല്ല മാറുക, സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാവും. കാരണം അർഹതപ്പെടാത്ത ഒരാളെ അത്തരമൊരു തസ്തികയിൽ ഇരുത്തുന്നു എന്നുള്ളത്, അങ്ങനെയുള്ള ഒരാൾ അധികാരമില്ലാത്ത കാര്യം ചെയ്തു എന്നുള്ള കാര്യം, ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കേണ്ട, അങ്ങനെ ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് സർക്കാരിൻ്റെ ചുമതലയിൽ വരുന്ന, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ട് വരുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തേത് ഈ കേസിൻ്റെ കാര്യം, CBI കേസിൻ്റെ കാര്യം. CBI കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെറും CBI വെച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു പെട്ടെന്ന് കേസെടുക്കുകയല്ലല്ലോ. ഈ ജോമോൻ പുത്തമ്പുരയ്ക്കൽ പരാതി കൊടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും നോക്കാതെ കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതില്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഉത്തരവിടുന്നത്. എന്നിട്ടോ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട അവിടെയാണ് സർക്കാരിലേക്ക് കൂടി വരുന്നത്. ഇത് പരിശോധിച്ചതിന് ശേഷം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. അതായത് ഇദ്ദേഹം നടത്തിയെന്ന് പറയുന്ന അഴിമതിയുണ്ട്. അഴിമതി അല്ലെങ്കിൽ എന്താണ്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം 12 കോടിയുടെ, ബോംബെയിലെ 3 കോടി, തിരുവനന്തപുരത്ത് 1 കോടി, കൊല്ലത്തെ 8 കോടി. ഇത് ഈ 12 കോടിയുടെ കാര്യത്തിൽ വ്യക്തമായ രേഖകൾ സമർപ്പിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഇത് ന്യായീകരിക്കാൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ വളരെ ഗുരുതരമായ കാര്യമാണ്. സാധാരണ ഇതൊരു കേസാണെങ്കിൽ വിജിലൻസ് അന്വേഷണം, ഈ വിജിലൻസ് KM എബ്രഹാമിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. വിജിലൻസ് ആരുടെ കീഴിലാണ് വരുന്നത്? മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആരെയാണ് വിജിലൻസിനെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അബ്രഹാമിനെതിരെയുള്ള ഈ ആദ്യത്തെ വിജിലൻസ് അന്വേഷണം, അന്ന് ജേക്കബ് തോമസ് ആയിരുന്നല്ലോ ഈ ചുമതലക്കാരൻ, ഡയറക്ടറായിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ മൊത്തം IAS ഉദ്യോഗസ്ഥന്മാർ അവർ പെൻ ഡൗൺ സ്ട്രൈക്ക് നടത്തിയിട്ട്, അത് കാരണം ഒരു തരത്തെ ഭീഷണിയാണ്, അങ്ങനെ പോലും നടത്തിയിട്ട് അതിന് സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ അർത്ഥം അബ്രഹാമിനെ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് IASലെ ഒരു ശക്തമായിട്ടുള്ള ലോബി അവിടെ പ്രവർത്തിച്ചു.
എന്നുകൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം പിന്നീട് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, അല്ല അബ്രാമിനെതിരെ നടപടി ഉണ്ടായില്ല, ക്ലീൻ ചിറ്റ് എന്തുകൊണ്ട് കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെ ഇതിന് തൊട്ട് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഇതാണ് IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പിടിവാശിയും ബലം പിടുത്തമാണ്. അവരുടെ പെൻ ഡൗൺ സ്ട്രൈക്ക് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സർക്കാർ ഉത്തരം പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ, ഒരു മന്ത്രിക്കെതിരെ, ഒരു MLAക്കെതിരെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള കേസുണ്ടാകുമ്പോൾ പരാതിക്കാർ പല പരാതികളും കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെന്നൊന്നുമില്ല, ന്യായമായിട്ടും ചെയ്യേണ്ടതില്ല. ഇവിടെ പോലും വേണമെങ്കിൽ നിയമപരമായിട്ട് അങ്ങനെ രാജിവെക്കേണ്ടതില്ല എന്ന് പറയാം. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം കോടതിയുടെ പരാമർശമാണ്. അതായത് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്, ഇദ്ദേഹത്തിന് ഇതൊന്നും തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന ഒരു രേഖയും സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന്, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അധികാരമില്ലാത്തൊരു സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്തി, രണ്ടാമത്തെ അധികാരമില്ലാതെ അദ്ദേഹം നിയമനം നടത്തി എന്നുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഏറ്റവും മാത്രമല്ല, അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ വെറും ഒരു വക്കീൽ കമ്മീഷൻ, അഡ്വക്കേറ്റ് കമ്മീഷൻ അല്ലല്ലോ. അത് കോടതിക്ക് വേണ്ടിയിട്ട് വളരെ വിശ്വാസപൂർവ്വം നിയോഗിക്കുന്നൊരു ആളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ കോടതിയുടെ നിരീക്ഷണം പോലത്തെ നമ്മൾ കാണേണ്ടതാണ്. റിപ്പോർട്ടിന്മേൽ സർക്കാർ മറുപടി പറയേണ്ടതാണ് എന്ന് കൂടിയാണ് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി സ്വാഭാവികമായും സർക്കാരിനോട് ചോദിക്കും. അപ്പോൾ സർക്കാരിന് ഇതിൽ മറുപടി പറയേണ്ടി വരും. ഇല്ലാത്ത വകുപ്പിനെ കുറിച്ച്, ഈ KM എബ്രഹാമിന്റെ നിയമനത്തെക്കുറിച്ച് ഒക്കെ പറയേണ്ടി വരും. ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത് താങ്കളും കേട്ടതാണല്ലോ. ഈ വിരമിച്ച ഉദ്യോഗസ്ഥർ, നല്ല മിടുക്കരായ ഉദ്യോഗസ്ഥരെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ ഉള്ള സംവിധാനം ഉണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാരും അത് ചെയ്യാറുണ്ട്. ഈ ഒരു നിയമനം മാത്രമല്ല, വേറെയും നിയമനങ്ങളുണ്ട്. KM എബ്രഹാം വളരെ ഭംഗിയായി കിഫ്ബി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അതിനുകൂടി ഒരു പ്രതികരണം. അല്ല, തീർച്ചയായും ഈ വിരമിച്ച ഉദ്യോഗസ്ഥർ മിടുക്കന്മാരായിരിക്കും. സ്വാഭാവികമായിട്ടും അബ്രഹാമിൻ്റെ ഈ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റു വെച്ചുകൊണ്ട് അദ്ദേഹം മിടുക്കനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് അമിക്കസ് ക്യൂറി പറഞ്ഞ പോലെ ഒരു സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രം ഇരിക്കേണ്ട ചുമതല, അത് സർവീസിലുള്ള ഉദ്യോഗസ്ഥനെ മാത്രം വെക്കേണ്ട ഒരു തസ്തികയിൽ ഇദ്ദേഹത്തെ വെച്ചു എന്നുള്ളതാണ്. അത് തെറ്റായ കാര്യമാണ്. അത് മറ്റുള്ളപ്പം കേന്ദ്ര സർക്കാർ നീതി ആയോഗിൻ്റെ ചുമതലയിലോ അല്ല മറ്റ് ചുമതലകളിലൊക്കെ ആളുകളെ വെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമിതാഭ് കാന്തിൻ്റെ പേരൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് തസ്തികയിൽ പെടുന്നതാണ്, അത് സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രം ഇരിക്കേണ്ടതാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാവുന്ന കാര്യമാണ്. അത് കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഓരോ തസ്തികയിലെയും എങ്ങനെയൊക്കെയാണ് നിയമനത്തിൻ്റെ രീതി എന്നറിയില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ടും ഇപ്പോൾ നമ്മളൊന്നും പറയുന്നില്ലല്ലോ, അമിക്കസ് ക്യൂറി ഇതെല്ലാം പരിശോധിച്ചിട്ട് പറയുന്നു അവിടെ ഇരിക്കാൻ പറ്റില്ല. അത് എബ്രഹാംതുള്ളയല്ല, ആരായാലും ഒരു വിരമിച്ച ഉദ്യോഗസ്ഥന് ഒരിക്കൽ പോലും അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അമിക്കസ് ക്യൂറി പറഞ്ഞിട്ടുള്ളത്. അപ്പം മാത്രമല്ല, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ നിയമനം നടത്താൻ തീരെ പറ്റില്ല എന്ന് പറയുന്നു. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കേന്ദ്രത്തിൽ ആൾ വെച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അതിൻ്റെ സാധുത എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ നമുക്ക് അമിക്കസ് ക്യൂറിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നീട് ആ വെച്ചതിന് എന്തെങ്കിലും ന്യായീകരണം കൊടുക്കാൻ സർക്കാരിന് ഉണ്ടെങ്കിൽ അത് കൊടുക്കാത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും കോടതി സർക്കാർ ഒരു വിശദീകരണം കൊടുത്താലും ഇല്ലെങ്കിലും കോടതി ഈ കാര്യത്തിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാതിരിക്കും, കോടതിയുടെ ഒരു നിരീക്ഷണം നടത്താതിരിക്കില്ല, അതില്ലെങ്കിൽ ഒരു ഉത്തരവായി പോലും വരാതിരിക്കില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ സർക്കാരിന് തിരിച്ചടിയായിട്ട് മാറുക. ഇതെങ്ങനെയാണ് സർക്കാർ തരണം ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. സർക്കാർ ഒരു പക്ഷേ അതിനുള്ള നിയമോപദേശങ്ങളൊക്കെ എടുക്കുന്നുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് കാര്യത്തിലും ഇത് അബ്രഹാമിനെ അവിടെ ഇരുത്തുന്നതിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ചുകൊണ്ടൊന്നുമല്ല. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് CBI അന്വേഷണം നടത്തി കോടതിയുടെ നിരീക്ഷണം, CBI അന്വേഷണം നടത്തുന്നോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കോടതിയുടെ നിരീക്ഷണം, പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്, അദ്ദേഹത്തിന് ഇതുവരെ ഒരു രേഖയും തരാൻ പറ്റിയിട്ടില്ല എന്നുള്ള അത് വളരെ ഗുരുതരമായ കാര്യമാണ്. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് യോഗ്യതയില്ലാത്തൊരു കസേരയിലാണ് ഇരിക്കുന്നതെന്ന ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് വിശദീകരണം കൃത്യമായി കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിയുടെ നിരീക്ഷണം വളരെ കർക്കശമായിട്ടുള്ള നിരീക്ഷണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തെ അവിടെ ഇരുത്താനുള്ള സാധ്യത, അതിനുള്ള സാധുത തീർച്ചയായിട്ടും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.